നമസ്തേ. ഇന്ന് ചില പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആദ്യമായിട്ട് ഭസ്ത്രികയാണ് എടുത്തത്. ഭസ്ത്രിക ഞാൻ പറഞ്ഞു, ഈ കൊല്ലന്റെ ഒക്കെ ആലയില് പണ്ടിങ്ങനെ ഒരു കാറ്റടിക്കാൻ വേണ്ടി ഒരു സാധനം ചെയ്തു. ഇതുപോലെ നമ്മളുടെ ലങ്സിനെ പ്രവർത്തിപ്പിക്കുകയാണ് ഭസ്ത്രിക. ഭസ്ത്രികയുടെ അഡ്വാൻറ്റേജ്, ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നുള്ള, ബ്ലഡ് ഇങ്ങനെ നമ്മളുടെ ഞരമ്പുകളിലേക്ക് പ്രവേശിക്കാനും അത് തിരിച്ചു വരാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പൊ ഈ ബ്ലഡിനുള്ളില്, നമ്മളുടെ ഞരമ്പുകൾക്കുള്ളില് കൊഴുപ്പടിഞ്ഞു കൂടുന്നത്, കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് ഒഴിവായി കിട്ടും. നമുക്ക് ഹാർട്ടിന് ഹൃദ്രോഗം ഉണ്ടാവില്ല, ഹാർട്ടിന് അസുഖം ഉണ്ടാവില്ല. ന്യൂറോപ്പതി, കാലിന്റെ പ്രശ്നം, കണ്ണിന്റെ പ്രശ്നം, സെക്സിന്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നം ഒഴിവായി കിട്ടും. നമ്മൾ രാവിലെയും വൈകിട്ടും ഭസ്ത്രിക ചെയ്താൽ നമ്മളുടെ ഞരമ്പുകൾ രാവിലെയും വൈകിട്ടും എല്ലാം ക്ലീൻ ആവും. നമ്മളൊരു കുഴല സങ്കല്പിച്ചാൽ മതി. ഒരു കുഴല അഴുക്കിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടി ഒരു കോല് കുത്തി അഴുക്ക് മാറ്റി കളയുന്ന പോലെ നമ്മുടെ ഞരമ്പുകൾക്കുള്ളിൽ വന്നിട്ട് അടിയുന്ന കൊഴുപ്പ് അന്നാന്ന് ക്ലീൻ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹാർട്ടിന്റെ അസുഖമോ ന്യൂറോപ്പതിയോ ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് വളരെ ഫലപ്രദമാണ് ഇത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാവരും ചെയ്യരുത്. നമ്മൾ സ്റ്റഡ് ഇട്ടിട്ടുള്ള ആളുകൾ, അതുപോലെ ഹാർട്ടിന്റെ അസുഖം വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ചെയ്യരുത്. ഹൃദ്രോഗം ഇല്ലാത്തവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ പിന്നെ നാളെ ഇത് ഉണ്ടാകില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഈ ഓൺലൈനിലൂടെ എല്ലാവരും ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നില്ല, നിങ്ങൾ സ്റ്റഡ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അല്ലാത്തവര് ഇത് ചെയ്യണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം സ്വസ്ഥമായിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മുടെ ലങ്സ് വികസിച്ചിരിക്കണം, ചെസ്റ്റ് വികസിച്ചിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇരിപ്പ്. എനിക്ക് എങ്ങനെ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഇരിക്കണമെന്നില്ല. കസേരയിലിരുന്ന് ചെയ്യാം, ഇങ്ങനെ ഇരുന്ന് ചെയ്യാം, ചെമ്പറപ്പെട്ടിരുന്ന് ചെയ്യാം, എങ്ങനെ വേണ്ടി ചെയ്യാം. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കും. പിടിച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ മൂടി കൊണ്ടുപോകും. ശ്വാസം വിട്ടുകൊണ്ട് കൈ പൂട്ട് വരും. വരുമ്പോൾ കൈ ഇങ്ങനെ ഉടനെ പോകും. അപ്പോൾ ലങ്സ് പൂർണ്ണമായിട്ടും വികസിക്കും. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കീപ്പോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കീപ്പോട്ട്. ഇത് സ്പീഡ് ചെയ്യാം. ഇതിങ്ങനെ പലതരത്തിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, സ്പീഡ് ചെയ്യാം. ഇങ്ങനെ സ്പീഡ് ചെയ്യണം. 3 സ്പീഡുണ്ട്. ഉയർന്ന സ്പീഡ്, കുറഞ്ഞ സ്പീഡ്, വളരെ സ്ലോയിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് വളരെയധികം ഫലപ്രദമാണ്. പിന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അത് നമ്മൾ കൈ പൊക്കാതെ ചെയ്യണത്. അങ്ങനെ ഇവിടെ മുഴുവൻ ചലിക്കും. അപ്പൊ നമ്മുടെ ലങ്സിന്റെ ഹാർട്ടിന്റെ ഉള്ളിലൊക്കെ പ്രവർത്തനം നടക്കും. ഇതിങ്ങനെ പൊങ്ങും കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ചലിക്കും. ഇനി 2 തരത്തിലുള്ള ഭസ്ത്രിക നമുക്ക് ചെയ്യാം. ഇതാണ് ഒന്നാമത് പഠിപ്പിച്ചത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ. ലങ്സിന്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞു, നമ്മുടെ ലങ്സിന്റെ പകുതി കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലങ്സിന്റെ പകുതി ഭാഗം പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. അതിനെ കൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസത്തിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ശ്വാസത്തിന്റെ എണ്ണം കുറച്ചാൽ ഞാൻ പറഞ്ഞു കൂടുതൽ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് നടക്കും. അപ്പോൾ നമ്മൾ വിദൂരമായിട്ടുള്ള സെല്ലുകളിലേക്ക്, കോശങ്ങളുള്ളിലേക്ക് പ്രാണവായു ചെല്ലും. അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അവിടെ ടോക്സിൻ റിമൂവ് ചെയ്യും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. സർവോപരി നമ്മുടെ യൗവനം വർദ്ധിക്കും. നമ്മുടെ കളറൊക്കെ മാറും. ശരീരത്തിന്റെ ഇതൊക്കെ മാറി വരും. നമുക്ക് യൗവനം, നമ്മളുടെ ഈ ലൈഫ് സ്പാൻ കൂടി വരും. നമുക്കിപ്പോൾ 60 വയസ്സായ പല ആളുകളും ജീവിക്കുന്നത് 70 വയസ്സിലാണ്. 70 വയസ്സായവർ 80 വയസ്സിലാണ്. ഇതിന്റെ മെറ്റബോളിക് ഏജ് കലണ്ടർ ഏജ് എന്ന് പറയും. കലണ്ടറിൽ വയസ്സ് 50 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് 60 വയസ്സിലും 70 വയസ്സിലായിരിക്കും. അപ്പൊ 60 വയസ്സുകാരന്റെ രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ ഈ 50 വയസ്സിലും 40 വയസ്സിലൊന്നും പ്രമേഹം ഉണ്ടാവാറില്ല. ഇത് 70 വയസ്സിൽ 80 വയസ്സിലുണ്ടാകുന്ന പ്രമേഹമാണ് ഇപ്പൊ നമുക്ക് ഈ 50 വയസ്സിൽ വേണ്ടത്. അതുപോലെ പണ്ടൊക്കെ സ്ത്രീകള് മെൻസസ് തീർന്നിരുന്ന, അവർക്ക് ഈ മെനോപ്പസ് എത്തിയിരുന്നത് 55 വയസ്സ് 60 വയസ്സൊക്കെ ആവുമ്പോഴാണ്. പണ്ടൊക്കെ 55 വയസ്സിൽ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ 45 വയസ്സാകുമ്പോഴേക്കും ആരോഗ്യം തീർന്നുപോയി. അവരുടെ മെൻസസ് ഒക്കെ അവസാനിക്കുന്ന അവസ്ഥ വരികയാണ്. അതുപോലെ പുരുഷന്മാരുടെ ലൈംഗിക ശേഷി,
പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ഒരു 70 ദിവസം വരെ നിൽക്കും ഇറക്ഷൻ. നമുക്ക് ലൈംഗികമായിട്ടുള്ള സ്റ്റിമുലേഷൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു 60 ദിവസം 50 ദിവസം ഇല്ലാണ്ടാവുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും, വയസ്സ് എത്രയാ? വയസ്സ് 55 ദിവസമായി. സെക്സിന്റെ കാര്യം ഒന്നും ഇല്ല സാറേ, അങ്ങനെ ഒന്നും താല്പര്യമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഇറക്ഷൻ ഒന്നുമില്ല, ഉദാഹരണശേഷിയൊക്കെ പോയെന്ന് പറയും. അപ്പൊ ഇങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. നമുക്ക് ഈ ആരോഗ്യം നിലനിർത്താനുള്ള ശേഷി ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ പഠിപ്പിക്കണത്. അപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി, നമ്മളുടെ ലങ്സിന്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുന്നതോട് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അതുപോലെ നമ്മൾക്കിടെ ലൈഫ് സ്പാൻ, നമ്മളുടെ ഇവിടുന്ന് ടാറ്റ പറഞ്ഞ പിരിയുന്ന കാലം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്തത് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ ലങ്സിന്റെ ടോപ്പ് ഭാഗം ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യും, അങ്ങോട്ട് ഓക്സിജൻ കടന്നേറ്റും. പിന്നെ നമ്മൾ ചെയ്തത് ഇങ്ങനെ വെച്ചു. അപ്പോൾ ലങ്സിനെ പിടിച്ച് വലിച്ചു നമ്മൾ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചു കയ്യെ, ഇങ്ങനെ തൊഴുത് പിടിച്ചാൽ മതി. അപ്പൊ ലങ്സിന്റെ താഴെ ഭാഗം വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ലങ്സിന് നമുക്ക് 4 സൈഡും ശരിക്ക് വലിച്ചു മുറുക്കി ലങ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു ബലൂൺ വിചാരിച്ചതിനെ പിന്നെ പിടിച്ച് നമ്മൾ അകത്തും വിടുകയും ചെയ്യുന്ന പോലെ വിചാരിച്ചാൽ മതി. അപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഓരോ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 20 ബ്രീത്ത് ചെയ്യുക, ഇങ്ങനെ 20 ബ്രീത്ത് ചെയ്യുക, ഇങ്ങനെ 20 ബ്രീത്ത് ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്യാം. 4 ടൈപ്പ്. അങ്ങനെ 4 ടൈപ്പ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിന്റെ കപ്പാസിറ്റി കൂടും, ഒപ്പം ഹാർട്ടിന്റെ കപ്പാസിറ്റി കൂടും, നമ്മളുടെ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. പിന്നെ ഞാനൊന്ന് പഠിപ്പിച്ചത് ശീതളി പ്രാണായാമം. നാവിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് വിട്ടു. ഇത് നമ്മളുടെ തണവിന് വേണ്ടി. ഇപ്പൊ നമുക്ക് ഉഷ്ണം കൂടിയ സമയമല്ലേ, പട്ടിയൊക്കെ ഇതാണെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. ഇത് തന്നെ നമ്മൾ ചെയ്യണത്. പട്ടിയിൽ നിന്ന് പഠിച്ച ഒരു പ്രാണായാമമാണിത്. പിന്നെ ഞാനൊന്ന് പറഞ്ഞത് ഇരുന്ന് എഴുന്നേക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ അതിന്റെ ഒരു ഗരിമ പറഞ്ഞു, അതിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഇരുന്ന് എഴുന്നേൽക്കുന്നതാണ് മുട്ട് 180 ഡിഗ്രി വളയും, തിരിയും. അപ്പൊ അതിനുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ എത്തും, അങ്ങോട്ട് കാൽസ്യം ഫോസ്ഫറസും എത്തും. മുട്ടുവേദന ഒഴിവാക്കി കിട്ടും നമുക്ക്. മുട്ടുവേദന വരാത്തവര് ഇപ്പൊ അങ്ങനെ ചെയ്യാം. ഇരുന്ന് മൂത്രം ഒഴിക്കണം, ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തണം എന്ന് പറഞ്ഞു. യൂറോപ്യൻ ക്ലോസറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. ഇന്ത്യക്കാർക്കുള്ളതാണ് ഇന്ത്യൻ ക്ലോസറ്റ്. യൂറോപ്യൻ ക്ലോസറ്റ് യൂറോപ്യന്മാർക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് പരമാവധി ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇനി ഇന്ത്യൻ ക്ലോസറ്റിൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുക. അവിടെ ഇരുന്ന് മൂത്രം ഒഴിച്ചാൽ മൂത്രം മുഴുവൻ ഒഴിഞ്ഞു പോവും. മറ്റേ മൂത്രത്തിന് കുറച്ച് കിടക്കും, ഒരു 8 10 തുള്ളി മൂത്രം കിടക്കും. വീണ്ടും മൂത്രം വരും. ഇങ്ങനെ കിടന്നാണ് അതിനകത്ത് കല്ലുണ്ട്, മൂത്രത്തെ കല്ല്. ധാരാളം പേർക്കുണ്ട് മൂത്രത്തിൽ കല്ലുണ്ട്. കിഡ്നിയിൽ സ്റ്റോൺ വരും, ബ്ലാഡറിൽ സ്റ്റോൺ വരും. ഭയങ്കര വേദനയായിരിക്കും. പിന്നെ മേജർ സർജറി ചെയ്തെടുത്ത് മാറ്റണം. നിങ്ങൾക്ക് ഇത് വേണ്ടി വരില്ല. ആഹാരത്തിന്റെ പ്രശ്നമുണ്ട്, ഇരുന്ന് മൂത്രം ഒഴിക്കാത്തതും ഒരു പരിധി വരെ ഇതിന്റെ കാരണമായി തീരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് പഠിക്കുക. ഇങ്ങനെ ഇരുന്ന് പഠിക്കുക. ഇങ്ങനെ ഇരുന്ന് നമുക്ക് കക്കൂസിപ്പോയാലും ശരിയാണ്. കക്കൂസിപ്പോയാൽ രക്തം കീഴ്പോട്ട് താണിരിക്കും. നമ്മൾ ചെന്നിരിക്കും, നമ്മൾ അറിയാണ്ട് തന്നെ മുക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഈ മലം പുറത്തേക്ക് പോകും. മോഷന്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടും, പൈൽസിന്റെ പ്രശ്നം ഒഴിവാക്കി കിട്ടും നമുക്ക്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഹെർണിയ വരണ വെച്ചാൽ നമ്മൾ ഇങ്ങനെ മലം പോകാണ്ട് ഒരു മുക്കിയാണ് നമുക്ക് ഹെർണിയ വരുന്നത്. പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും. എന്നിട്ട് അത് സർജറി ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ ഷഡ് ഇടണം. അതുപോലെ പ്രോസ്റ്റേറ്റ് വീക്കം, ഒരു 50% പുരുഷന്മാർക്കുള്ള വിഷയമായ പ്രോസ്റ്റേറ്റ് വീക്കം. എന്നിട്ട് അതിനും മേജർ സർജറി ചെയ്തിട്ട് ഉള്ളിൽ മൂത്രം പോവില്ലാതെ വരും. മൂത്രം ഇറങ്ങി പോകുന്ന നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് മൂത്രക്കോയിൽ പോണത്. പ്രോസ്റ്റേറ്റിന് വീക്കം വരുമ്പോൾ മൂത്രക്കോയിൽ അടഞ്ഞു പോകും, മൂത്രം പോയില്ലാത്ത അവസ്ഥ വരും. പണ്ടൊന്നും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നമ്മളുടെ ഈ ഭാഗം ശരിക്കും ചലിക്കാത്തതാണ്. ആ ഭാഗത്തിന് നമ്മളുടെ ഈ പ്രൈവറ്റ് ഏരിയ ആണുള്ളത്. നമ്മളൊരു ജനനേന്ദ്രിയത്തിന്റെ ഭാഗം ചലിക്കുന്നില്ല. ചലിക്കാതിട്ടുമ്പോൾ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. ഇതുകൊണ്ടാണ് ലൈംഗിക ശേഷി കുറയാനുള്ള കാരണം. ഇന്ന് പണ്ടത്തെ പോലെ ഈ യുവാക്കൾക്കൊന്നും ലൈംഗിക ശേഷി ഇല്ല. അത് കുറയാനുള്ള കാരണം അതാണ്, ഇറക്ഷന്റെ പ്രശ്നം.
അതുപോലെ ഷുഗറുള്ളവർക്ക് വരുന്ന ഇറക്ഷന്റെ പ്രശ്നം, ഈ ഉദാഹരണ ശേഷി കുറഞ്ഞു പോവുക, അതൊക്കെ ഈ ഭാഗം അനങ്ങാത്തതുകൊണ്ടാണ്. സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുക, യൂട്രസ് കീപ്പോട്ട് ഇറങ്ങി വരിക, അറിയാതെ മൂത്രം പോവുക, ഷഡിയിൽ മൂത്രം പോകും, സ്റ്റെപ്പ് ഇറങ്ങി മൂത്രം പോകും, ചുമയ്ക്കും മൂത്രം പോകും. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അബോർഷൻ വരിക, അനാവശ്യമായിട്ടുള്ള അബോർഷൻ, അകാലത്തിൽ അബോർഷൻ, 2 മാസം 3 മാസം അബോർഷൻ വരിക. ഇതെല്ലാം കാരണം നമ്മൾ ഈ ഭാഗം അനങ്ങാത്തതാണ്. അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. നമ്മളിങ്ങനെ കസേരയിൽ ഇരിക്കുന്നു, എണീറ്റ് നടക്കണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റാൽ മതി, വലിയ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഇരിക്കണ പോലെ ഇരിക്കാൻ പറ്റില്ല. അതൊരു കാര്യം ചെയ്യുക, ഒരു കയറ് കെട്ടിയിട്ട്, ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് കയറൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക, എന്നിട്ട് കയറെ പിടിച്ചിങ്ങനെ എഴുന്നേറ്റ് ഇത് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഒരു കസേര കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, കസേര പിടിച്ച് എഴുന്നേക്കാം. ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഇരിക്കാനുള്ള നടുവിന്റെയും മുട്ടിന്റെയും പ്രശ്നം, മുട്ടുവേനൊന്നും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മുട്ട് മാറ്റി വെക്കില്ല. ഇപ്പൊ 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മുട്ട് മാറ്റി വയ്ക്കുക, നിങ്ങളുടെ മുട്ട് ലോഡെടുത്ത് മാറ്റി വെക്കേണ്ടില്ല. ഞാൻ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാര കാര്യമുള്ളൂ. പിന്നെ കാക്ക നടക്കുന്നതുകൊണ്ട് നടക്കുക. ആദ്യം ഇങ്ങനെ ഇരിക്കാൻ പഠിക്കുക. നിങ്ങൾ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊങ്ങിയിട്ട് അതൊക്കെ ഇങ്ങനെ നടക്കുക. ഇത് ഏറ്റവും വലിയ, നമ്മൾ ഈ കാലിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോ, മരപ്പുണ്ടാവുക, സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോവുക, കാലിന്റെ പാദത്തിൽ പ്രശ്നം ഉണ്ടാവുക, കാലിന് മുറിവെന്ന ഭേദമാവാതിരിക്കുക, ഏറ്റവും പറ്റിയ ഇതാണ്. ഇത് കാക്ക നടക്കുന്ന പോലെ നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേണ്ടില്ലേ? ഇങ്ങനെ നടന്നാൽ മതി, വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സെക്സിന്റെ പ്രശ്നം മാറും. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്, പ്രമേഹമുള്ള ഒരുപാട് പേർക്ക് സെക്സിന്റെ പ്രശ്നമുണ്ട്. പലരും വിഷമിക്കുക, വിഷമത്തോടെ ജീവിക്കുക. ആശുപത്രി ചെന്നാൽ മരുന്ന് ഇല്ല, തരുന്ന മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വേറെ രോഗങ്ങൾ ഉണ്ടാവും. കാരണം ഒരു വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിന് വരുന്ന വിഷയം സെക്സിന്റെ മാത്രം വിഷയമല്ല, ശരീരത്തിന് മുഴുവൻ വിഷയം. എല്ലാ ഞരമ്പും സങ്കോചിച്ചു പോകുമ്പോൾ ഒപ്പമാണ് നമ്മുടെ പെൻസിലേക്കുള്ള ഞരമ്പ് സങ്കോചിച്ചു പോണത്. അപ്പൊ അതിന് നമ്മൾ ടോട്ടലായിട്ട് കാണണം. അപ്പൊ അതിന് വളരെ ഫലപ്രദമായിട്ടൊരു വേറെ നോട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എളുപ്പല്ലേ? കാല് ഒരടി അകത്തി വയ്ക്കുക, വലത് കാലിന്റെ മുട്ടുകൊണ്ടുന്ന് ഇടത് ഭാഗത്ത് വയ്ക്കുക, ഇടത് കാലിന്റെ മുട്ടുകൊണ്ട് വലത് ഭാഗത്ത്. ഇത്രേ ഉള്ളൂ. ഇത് മാത്രം ചെയ്താൽ മതി. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ സെക്സിന്റെ പ്രശ്നം വീണ്ടെടുക്കാൻ സാധിക്കും. അതുപോലെ മുട്ടിന്റെ പ്രശ്നം മാറ്റും. മുട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ചലിച്ചു, ഇവിടെ ചലിച്ചു, ഇവിടെ ചലിച്ചു. ഹെർണിയമില്ല, നമുക്ക് പ്രോസ്റ്റേറ്റ് വീക്കം വരില്ല, ലൈംഗിക ശേഷി കുറയാൻ പോകുന്നില്ല. 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ യുവാക്കളെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതൊന്നും ഡോക്ടർമാർക്ക് പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അവർ ചെന്ന് നമുക്ക് മരുന്ന് എഴുതി തന്നു കിട്ടും. അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് സിമ്പിളാണ്, ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷയങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മടി കൂടാതെ നമ്മൾ ഒരു മണിക്കൂർ നേരം ശരീരത്തെ മാറ്റി വയ്ക്കുക ദിവസവും. ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചെടുക്കാൻ സാധിക്കും. നാളെ നമുക്ക് രാത്രി 8 മണിക്ക് വെബിനാർ ഉണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫാമിലി കൂടി കൊണ്ടുവരിക. നിങ്ങളാണല്ലോ ഇപ്പൊ വെബിനാറിന് നിങ്ങളുടെ വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരിക, ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുവരിക, കുട്ടികളെ കൊണ്ടുവരിക, എല്ലാവരും പിടിച്ചിട്ട് ഒന്നിച്ച് കേൾക്കാം. ഒന്നിച്ച് നിങ്ങൾ വെബിനാർ പങ്കെടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ ഫാമിലിയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള കാര്യം ഞാൻ പറയണത്. പിന്നെ അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവും. ഫാമിലി സപ്പോർട്ട് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമ്മളുടെ ഈ കാര്യങ്ങൾക്ക്, നമുക്ക് ഫുഡിന്റെ കാര്യത്തിലായാലും മറ്റ് ഹെൽത്തിന്റെ കാര്യത്തിലായാലും അവരുടെ സപ്പോർട്ട് നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും നമ്മൾ മാത്രം ഒരു ഒറ്റ മരത്തേക്ക് കുരങ്ങ് പോലെ പോകുമ്പോൾ നമ്മൾ തന്നെ ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ ഇതിനകത്ത് നിന്ന് പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടും. അവരോട് സപ്പോർട്ട് ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഹസ്ബൻഡാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വൈഫിനെ കൊണ്ടുവരിക, വൈഫാണ് ഈ ഹസ്ബൻഡിനെ കൊണ്ടുവരിക. കുട്ടികളെയും കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തെ നമുക്ക് ആരോഗ്യമുള്ള കുടുംബമാക്കി മാറ്റാം. അവരെ ഞാനീ പറയുന്നവരുണ്ട്, അവരെ കേൾപ്പിക്കുക. അപ്പൊ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയാണ് എനിക്ക് ഇന്ന് പറയുവാനുള്ളത്.